എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 മാർച്ച് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സും അടങ്ങിയ ഒരു വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ആൻസർ: KG സനൽകുമാർ. KG സനൽകുമാറാണ് കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ പുതിയ അധ്യക്ഷനായി 2026 മാർച്ചിൽ നിയമിതനായത് ആര്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ പുതിയ അധ്യക്ഷനായി 2026 മാർച്ചിൽ നിയമിതനായത് ആര്? ആൻസർ: സ്വാതി നിരഞ്ജൻ ജ്യോതി. സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായത്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത് ആരെയാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത് ആരെയാണ്? ആൻസർ: അഡ്വക്കേറ്റ് പി ശ്രീകുമാർ. അഡ്വക്കേറ്റ് പി ശ്രീകുമാറിനെയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ചത്. കേരളത്തിലെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന മലയാള ഭാഷാ ബിൽ 2025 അംഗീകാരം നൽകിയ ഗവർണർ ആരാണ്? ആൻസർ: രാജേന്ദ്ര അർലേക്കർ. രാജേന്ദ്ര അർലേക്കറാണ് കേരളത്തിലെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന മലയാള ഭാഷാ ബിൽ 2025 അംഗീകാരം നൽകിയത്. വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് എവിടെ? ആൻസർ: എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് വയനാട് ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത്. കാൽസ്യം കുറവ് പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന പോഷക ഔഷധങ്ങൾ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ഗവേഷണ കേന്ദ്രം ഏതാണ്? ആൻസർ: സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ് കാൽസ്യം കുറവ് പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന പോഷക ഔഷധങ്ങൾ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ഗവേഷണ കേന്ദ്രം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണ്? ആൻസർ: മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാളം നോവലിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ: എൻ പ്രഭാകരൻ. എൻ പ്രഭാകരനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാളം നോവലിനുള്ള പുരസ്കാരം നേടിയത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ: ഏഴാച്ചേരി രാമചന്ദ്രൻ. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? ആൻസർ: സീതാകാന്ത മഹാപാത്ര. സീതാകാന്ത മഹാപാത്രയാണ് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത്. 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? ആൻസർ: കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദനാണ് 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത്. ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ പ്രഥമ ഉള്ളൂർ സ്മാരക അവാർഡിന് അർഹനായത് ആര്? ആൻസർ: TP വേണുഗോപാലൻ. TP വേണുഗോപാലനാണ് ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ പ്രഥമ ഉള്ളൂർ സ്മാരക അവാർഡിന് അർഹനായത്. ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായും നടിയായും തിരഞ്ഞെടുത്തത് ആരെയൊക്കെയാണ്? ആൻസർ: മികച്ച നടൻ ജോജു ജോർജ്. മികച്ച നടി ലിജോ മോൾ. ജോജു ജോർജും ലിജോ മോളുമാണ് ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായും നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 മാർച്ചിൽ കലയ്ക്കും സംസ്കാരത്തിനും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് UK പാർലമെന്റിൽ വെച്ച് വുമൺ എംപവർമെന്റ് അവാർഡ് ആൻഡ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ പ്രമുഖ ഇന്ത്യൻ നടി ആരാണ്? ആൻസർ: ഋതുപർണ സെൻഗുപ്ത. ഋതുപർണ സെൻഗുപ്തയാണ്
2026 മാർച്ചിൽ കലയ്ക്കും സംസ്കാരത്തിനും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് UK പാർലമെന്റിൽ വെച്ച് വുമൺ എംപവർമെന്റ് അവാർഡ് ആൻഡ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ പുരസ്കാരം നേടിയ പ്രമുഖ ഇന്ത്യൻ നടി. 2025 US പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാകൃതികൾക്കായുള്ള നാഷണൽ ബുക്സ് സർക്കിൾ ക്രിട്ടിക്സ് പുരസ്കാരത്തിന് ആത്മകഥ വിഭാഗത്തിൽ അർഹമായത് ഏത് പുസ്തകമാണ്? ആൻസർ: മദർ മേരി കംസ് ടു മീ. അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ ആണ് 2025 US പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഭാഷാകൃതിക്കുള്ള നാഷണൽ ബുക്സ് സർക്കിൾ ക്രിട്ടിക്സ് പുരസ്കാരത്തിന് ആത്മകഥാ വിഭാഗത്തിൽ അർഹമായത്. 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെന്റ് ട്രെയിൽ ബ്ലാസ്റ്റേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആൻസർ: കൽപ്പന സോറൻ. കൽപ്പന സോറനാണ് 2026 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI വാർഷിക വനിതാ ഉച്ചകോടിയിൽ വുമൺ എംപവർമെന്റ് ട്രെയിൽ ബ്ലാസ്റ്റേഴ്സ് അവാർഡ് സ്വന്തമാക്കിയത്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായ താരങ്ങൾ ആരൊക്കെയാണ്? ആൻസർ: റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്. റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ് എന്നിവർക്കാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത്. 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ. ആൻസർ: രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായയാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ. 2026 98ാമത് ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏത്? ആൻസർ: വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 2026 98ാമത് ഓസ്കാറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി ഏതാണ്? ആൻസർ: പ്രതീക്ഷ. പ്രതീക്ഷയാണ് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ്. ആൻസർ: സാത്തി. സാത്തി ആപ്പാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ്. സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂകോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റിന്റെ പേര് എന്താണ്? ആൻസർ: ട്രൂ സൈബർ സഹി. ട്രൂ സൈബർ സഹിയാണ് സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂകോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റിന്റെ പേര്. കൃഷിയിടത്തിന് സമീപം വരുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏത് സംവിധാനമാണ് വനം വകുപ്പ് അവതരിപ്പിച്ചത്? ആൻസർ: ഫാം ഗാർഡ്. ഫാം ഗാർഡാണ് കൃഷിയിടത്തിന് സമീപം വരുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനം. മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പ്രത്യേകം പരിശീലനം നൽകുന്ന നായയുടെ പേരെന്താണ്? ആൻസർ: ലൈക്ക. ലൈകയാണ് മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്ന നായ. ഹൃദയപരാജയം സംഭവിച്ച് അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിന്റെ പേര് എന്താണ്? ആൻസർ: ഹോപ്പ്. ഹോപ്പാണ് ഹൃദയപരാജയം സംഭവിച്ച് അതിഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനത്തിന്റെ പേര്. പ്രമുഖ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രചിച്ച ആദ്യ നോവലിന്റെ പേര് എന്താണ്? ആൻസർ: നിയോഗം. നിയോഗമാണ് പ്രമുഖ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രചിച്ച ആദ്യ നോവലിന്റെ പേര്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ: നിർഭയ നിശ. നിർഭയ നിശയാണ് രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്.
കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച ശാക്തീകരണ പദ്ധതി ഏത്? ആൻസർ സുശക്തി. സുശക്തിയാണ്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച ശാക്തീകരണ പദ്ധതി. ഏഷ്യൻ ടെലികോം മാഗസിൻ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ 2026 പുരസ്കാരം നേടിയ പദ്ധതി ഏത്? ആൻസർ കെ ഫോൺ. കെ ഫോൺ ആണ്. ഏഷ്യൻ ടെലികോം മാഗസിൻ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ പദ്ധതി. കേരളത്തിൽ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിപണനത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് പുതുതായി പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ലാപ്ടോപ്പ്. ലാപ്ടോപ്പാണ്. കേരളത്തിൽ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിപണനത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് പുതുതായി പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം. കേരളത്തിൽ അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് സമാരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത്? ആൻസർ കെയർ പോർട്ടൽ. കെയർ പോർട്ടലാണ്. കേരളത്തിൽ അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് സമാരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്കായി ആരംഭിച്ച പുതിയ ബ്രാൻഡ് ഏത്? ആൻസർ കെ ഇനം. കെ ഇനമാണ്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്കായി ആരംഭിച്ച പുതിയ ബ്രാൻഡ്. കേരളത്തിലെ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പുതിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏത്? ആൻസർ കെ ലേൺ. കെ ലേൺ ആണ്. കേരളത്തിലെ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പുതിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം. കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേര് എന്താണ്? ആൻസർ ഓപ്പറേഷൻ സൈഹണ്ട്. ഓപ്പറേഷൻ സൈഹണ്ട് ആണ്. കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേര്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പ് ഏത്? ആൻസർ സി വിജിൽ. സി വിജിലാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹാർദ്ദവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ആൻസർ ഗ്രീൻ ബട്ടൺ. ഗ്രീൻ ബട്ടൺ ക്യാമ്പയിനാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശുചിത്വ മിഷനും സംയുക്തമായി ആരംഭിച്ച ക്യാമ്പയിൻ. കേരളത്തിലെ ആദ്യത്തെ ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെ? ആൻസർ തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ എൻവിഡിയ AI ഫാക്ടറി സ്ഥാപിതമായത് എവിടെ? ആൻസർ കൊച്ചി. കൊച്ചി കാക്കനാട് സ്മാർട്ട് സിറ്റിയിലാണ് കേരളത്തിലെ ആദ്യത്തെ എൻവിഡിയ AI ഫാക്ടറി സ്ഥാപിതമായത്. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കുന്നതിനായി 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ കർണാടക. കർണാടകയാണ്. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കുന്നതിനായി 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം. നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് ആര്? ആൻസർ റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖറാണ് നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത്. കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര്? ആൻസർ KS ഹംസ. KS ഹംസയാണ് കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് ആര്? ആൻസർ VP സാനു. VP സാനു ആണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത്. 2026 ICC പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2026 ICC പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം.
ഈ വർഷത്തെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ആൻസർ മാഞ്ചസ്റ്റർ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഈ വർഷത്തെ ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2026 T20 ലോകകപ്പിലെ ടൂർണമെന്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരാണ്? ആൻസർ സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് 2026 T20 ലോകകപ്പിലെ ടൂർണമെന്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം. T20 ലോകകപ്പിലെ വിജയകരമായ റൺ ചേസിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആൻസർ സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് T20 ലോകകപ്പിലെ വിജയകരമായ റൺ ചേസിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം. BCCIയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗില്ലാണ് BCCIയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം ഏത്? ആൻസർ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരാണ് 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത്. T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം. T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ്? ആൻസർ ഫിൻ അലൻ. ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ ടീം. ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ടീം. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള ടീം വിൽപ്പനയിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സ്വന്തമാക്കിയ വ്യവസായ ഗ്രൂപ്പ് ഏത്? ആൻസർ ആദിത്യ ബിർള ഗ്രൂപ്പ്. ആദിത്യ ബിർള ഗ്രൂപ്പാണ് IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള ടീം വിൽപ്പനയിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സ്വന്തമാക്കിയ വ്യവസായ ഗ്രൂപ്പ്. ഇന്ത്യയുടെ ഇൻഡോർ ലോങ് ജമ്പിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച താരം ആര്? ആൻസർ ലോകേഷ് സത്യനാഥൻ. ലോകേഷ് സത്യനാഥനാണ് ഇന്ത്യയുടെ ഇൻഡോർ ലോങ് ജമ്പിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച താരം. 5ാമത് ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആര്? 5ാമത് ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആര്? ആൻസർ അബ്ദുള്ള അബൂബക്കർ. സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസ് യോഗ്യത നേടിയ മലയാളി താരം ആര്? ആൻസർ സജൻ പ്രകാശ്. സജൻ പ്രകാശാണ് സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്വർണം നേടിയ താരം. ആൻസർ ഭരണിക ഇളങ്കോവൻ. ഭരണിക ഇളങ്കോവനാണ് പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ ദേശീയ റെക്കോർഡ് സ്വർണം നേടിയ താരം. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന 2595 കോടി രൂപയുടെ വാർഷിക വികസന പദ്ധതിയുടെ പേര്. ആൻസർ കേര. കേരയാണ് ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന 2595 കോടി രൂപയുടെ വാർഷിക വികസന പദ്ധതിയുടെ പേര്. 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ഏത്? ആൻസർ വാരണാസി. വാരണാസിയാണ് 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം. അടുത്തിടെ ഇസ്രയേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആര്? ആൻസർ അയത്തുള്ള അലി ഖമേനി. അയത്തുള്ള അലി ഖമേനിയാണ് അടുത്തിടെ ഇസ്രയേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഹാഫ് മാരത്തണിന് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ തടാകം ഏത്? ആൻസർ പാങ്കോങ് തടാകം. പാങ്കോങ് തടാകമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഹാഫ് മാരത്തണിന് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ തടാകം. 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്?
ആൻസർ ഫിൻലാൻഡ്. ഫിൻലൻഡുമായാണ് 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. മദ്രാസ് ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ആൻസർ ജസ്റ്റിസ് സുശ്രാന്ത് അരവിന്ദ് ധർമാധികാരി. ജസ്റ്റിസ് സുശ്രാന്ത് അരവിന്ദ് ധർമാധികാരിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സമരം നടത്തിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാര്? ആൻസർ സോനം വാങ്ചുക്. സോനം വാങ്ചുക്കാണ് ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സമരം നടത്തിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വാട്സാപ്പ് പുതുതായി അവതരിപ്പിച്ച ഫീച്ചർ ഏതാണ്? ആൻസർ കണക്റ്റഡ് എക്സ്പീരിയൻസ്. കണക്റ്റഡ് എക്സ്പീരിയൻസ് ആണ് 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വാട്സാപ്പ് പുതുതായി അവതരിപ്പിച്ച ഫീച്ചർ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ കൊച്ചി മറൈൻ ഡ്രൈവ്. കൊച്ചി മറൈൻ ഡ്രൈവിലാണ് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത്. നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം? ആൻസർ 15ാം റാങ്ക്. 15ാം റാങ്കാണ് നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി ലഭിച്ച് ആരുടെ അപേക്ഷയിലാണ്? ആൻസർ ഹരീഷ് റാണ. ഹരീഷ് റാണയ്ക്കാണ് ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി ലഭിച്ചത്. സിപ്രി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ 2ാം സ്ഥാനം. 2ാം സ്ഥാനമാണ് സിപ്രി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം. അന്താരാഷ്ട്ര ഗ്രാഫീൻ സമ്മേളനമായ ഗ്രാഫീൻ 2026 വേദിയാകുന്ന നഗരം? ആൻസർ കൊച്ചി. കൊച്ചിയാണ് ഗ്രാഫീൻ 2026 വേദിയാകുന്ന നഗരം. അത്ഭുത ബാലൻ തോമസ് ക്ലിന്റിനായി ആർട്ട് ഗാലറി ഒരുങ്ങുന്നത് എവിടെയാണ്? ആൻസർ കൊച്ചി. കൊച്ചിയിലാണ് അത്ഭുത ബാലൻ തോമസ് ക്ലിന്റിനായി ആർട്ട് ഗാലറി ഒരുങ്ങുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ സംവിധാനം നിലവിൽ വന്ന നഗരം? ആൻസർ ഡൽഹി. ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ സംവിധാനം നിലവിൽ വന്ന നഗരം. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സിന് വേദിയാവുന്ന നഗരം ഏത്? ആൻസർ ഭുവനേശ്വർ. ഭുവനേശ്വറാണ് 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സിന് വേദിയാകുന്ന നഗരം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം? ആൻസർ ഫ്രാൻസിലെ ഏവിയാൻ. ഫ്രാൻസിലെ ഏവിയാനാണ് 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തീയതി ഏത്? ആൻസർ 2026 ഏപ്രിൽ 9. 2026 ഏപ്രിൽ 9 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തീയതി. പസഫിക് സമുദ്രത്തിലെ താപനില ഉയരുന്നതുമൂലം ഇന്ത്യയിൽ ഇക്കുറി മൺസൂൺ മഴ കുറയാൻ കാരണമാകുന്ന പ്രതിഭാസം ഏത്? ആൻസർ എൽ നിനോ. എൽ നിനോയാണ് പസഫിക് സമുദ്രത്തിലെ താപനില ഉയരുന്നതുമൂലം ഇന്ത്യയിൽ ഇക്കുറി മൺസൂൺ മഴ കുറയാൻ കാരണമാകുന്ന പ്രതിഭാസം. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ആൻസർ വിക്രം ദൊരൈസ്വാമി. വിക്രം ദൊരൈസ്വാമിയാണ് ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ 116. 116ാം സ്ഥാനമാണ് 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് നടത്തിയ കൺസ്യൂമർ ജസ്റ്റിസ് 2026 റിപ്പോർട്ടിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ആൻസർ 12ാം സ്ഥാനം. 12ാം സ്ഥാനത്താണ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് നടത്തിയ കൺസ്യൂമർ ജസ്റ്റിസ് 2026 കേരളത്തിന്റെ സ്ഥാനം. 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ വനങ്ങളും സമ്പദ് വ്യവസ്ഥകളും.
വനങ്ങളും സമ്പദ് വ്യവസ്ഥകളും എന്നതാണ് 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്ട് 17A വിഭാഗത്തിൽപ്പെട്ട് 2026 ഏപ്രിൽ 3 വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ ഏതാണ്? ആൻസർ തരഗിരി. തരഗിരിയാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്ട് 17A വിഭാഗത്തിൽ 2026 ഏപ്രിൽ 3 വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ. 2026 മാർച്ചിൽ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ആൻസർ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് 2026 മാർച്ചിൽ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. അടുത്തിടെ ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച ഗ്യാരണ്ടീഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ എത്ര നഗരങ്ങളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്? ആൻസർ 6 നഗരങ്ങൾ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ 6 നഗരങ്ങളാണ് അടുത്തിടെ ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച ഗ്യാരണ്ടീഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 2026 മാർച്ചിൽ ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആര്? ആൻസർ MS ധോണി. MS ധോണിയാണ് 2026 മാർച്ചിൽ ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ആൻസർ ഗുജറാത്ത്. ഗുജറാത്താണ് 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? ആൻസർ കൊടുവള്ളി. കൊടുവള്ളിയാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്? ആൻസർ നിയോഫൈറ്റ് ID. നിയോഫൈറ്റ് ID ആണ് കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പുതിയ ദൗത്യത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്പറേഷൻ ഊർജ സുരക്ഷ. ഓപ്പറേഷൻ ഊർജ സുരക്ഷയാണ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പുതിയ ദൗത്യത്തിന്റെ പേര്. BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത്. സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി യുവാക്കളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി ഏത്? ആൻസർ എൻ്റെ വോട്ട് എൻ്റെ ശക്തി. എൻ്റെ വോട്ട് എൻ്റെ ശക്തി പരിപാടിയാണ് സംസ്ഥാന നിയമസേവന അതോറിറ്റി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി യുവാക്കളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി. 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആര്? ആൻസർ സുദർശൻ പട്നായിക്. സുദർശൻ പട്നായിക്കാണ് 2027 നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിൽ പാലായിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേര്? ആൻസർ സമ്മതി. സമ്മതി ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഭിന്നശേഷിക്കാരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി കോട്ടയം ജില്ലയിലെ പാലയിൽ ആരംഭിച്ച പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേര്.